ഹലോ ഗൈസ്, ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ കഴുത്തിന് മുൻഭാഗത്ത് കാണപ്പെടുന്ന ചിത്രശലഭത്തിന് ആകൃതിയുള്ള ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ ഉൽപ്പാദനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ മൂലം നമുക്കുണ്ടാകുന്ന രോഗമാണ് തൈറോയ്ഡ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് രോഗം എന്ന് പറയുന്നത് ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗം തന്നെയാണ് തൈറോയ്ഡ് രോഗം. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ജനിതകപരമായിട്ട് കാരണം തന്നെയാണ് മെയിനായിട്ട്. കാരണം പാരമ്പര്യമായിട്ടും തൈറോയ്ഡ് രോഗം വരാം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ അമിതമായിട്ട് മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും ഉള്ള ആളുകളിലും വരാം. പിന്നെ ഫുഡിലൂടെ, അതായത് അയഡിൻ്റെ ഏറ്റക്കുറച്ചിൽ പോലെ കൂടുതൽ അയഡിൻ അടങ്ങിയ ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ എത്തുകയോ ചെയ്ത് കഴിഞ്ഞാലും തൈറോയ്ഡ് വരാം. അപ്പോൾ തൈറോയ്ഡ് രോഗങ്ങൾ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെയധികം ക്ഷീണം ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ തണുപ്പ് തോന്നുക, എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുക, പിന്നെ അമിത ഭാരം ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ക്ഷേത്രമുണ്ടാവുന്നതാണ്. അതായത് മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ ഹൈപ്പർ തൈറോയിഡിസമാണ് രണ്ടാമത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഉൽപ്പാദനം ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ തന്നെ ഉത്കണ്ഠ, ടെൻഷൻ എന്നിവയൊക്കെ അധികമാവുക, അമിത ഭാരം ഉണ്ടാവുക, ചൂട് അസഹനീയമായിട്ട് എപ്പോഴും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാതാവുക. ഇതൊക്കെ കാരണം ഹൈപ്പോ തൈറോയിഡിസം നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പർ തൈറോയിഡിസം. ഇങ്ങനെയാണ് ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ അമിതമായിട്ട് എപ്പോഴും വിയർക്കുക. പിന്നെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് കാരണമാവുന്ന ഒരു പ്രധാന രോഗമാണ് ഗ്രേവ്സ് രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ണ് തള്ളി നിൽക്കുന്നതൊക്കെ, ഇതിൻ്റെ ഒരു പിന്നെ കൈ വിറയലൊക്കെ ഗ്രേവ്സ് രോഗം, ഇതും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട രോഗം തന്നെയാണ്. അപ്പോൾ നമുക്കിത് പ്രധാനമായിട്ടും ഹോർമോൺ ഉൽപ്പാദനത്തെ ഇപ്പോൾ ഫുഡിലൂടെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഹോർമോൺ ഉൽപ്പാദനം തടസ്സപ്പെടുന്ന ഫുഡുകളൊക്കെ മാക്സിമം തൈറോയ്ഡ് കൂടുതലുള്ള ആളുകളൊക്കെ കുറയ്ക്കേണ്ടതാണ്. തൈറോയ്ഡ് രോഗമുള്ള ആളുകൾ ഇപ്പോൾ ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും എന്ത് ചെയ്യണം, ഹോർമോൺ ഉൽപ്പാദനത്തെ ബാധിക്കുന്ന ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. കാരണം കാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ പോലുള്ള ഫുഡുകളൊക്കെ നമ്മൾ പച്ചയായിട്ട് കഴിക്കാതെ എന്നിട്ട് വേവിച്ച് തന്നെ കഴിക്കുക. പിന്നെ പറയുന്നത് പീനട്ട് ബട്ടർ, നിലക്കടല പോലുള്ള ഫുഡുകളൊക്കെ, കാരണം ഇതൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. ഇതൊക്കെ ഹോർമോൺ ഉൽപ്പാദനത്തെ മാക്സിമം നന്നായിട്ട് ബാധിക്കുന്ന ഫുഡുകളാണ്. പിന്നെ പറയുന്നത് മരച്ചീനി, അതായത് കപ്പ, അതിൽ തയോസൈനിൻ കൂടുതൽ അടങ്ങിയതുകൊണ്ട് തന്നെ ഇതും ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന അളവ് മാക്സിമം നല്ല ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് പെട്ടെന്ന് കുറയ്ക്കുന്നത് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെ കുറഞ്ഞ അളവ് കഴിക്കുന്നതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം. പിന്നെ സോയാബീൻ, സോയ മിൽക്ക്, ടോഫു എന്നിവയൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ മൈദ, മധുര പലഹാരങ്ങൾ, വറുത്ത് പൊരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ഹോർമോൺ വ്യതിയാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ തൈറോയ്ഡ്, ഇപ്പോൾ ഒരാൾക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തൈറോയ്ഡിൻ്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് തൈറോയ്ഡ് ഉണ്ട്, ഒന്ന് ഹൈപ്പോയും ഉണ്ട്, ഹൈപ്പറും ഉണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകളാണെങ്കിൽ ഹോർമോൺ ടാബ്ലറ്റ് ആണ്. കാരണം ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ഹോർമോണിലുള്ള ടാബ്ലറ്റാണ് കൊടുക്കുക. ലീവോതൈറോസിൻ പോലുള്ള ടാബ്ലറ്റുകളാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ മറിച്ച് നമുക്കിപ്പോൾ ഹൈപ്പറാണ്, തൈറോയിഡിസമാണ് ഉള്ളതെങ്കിൽ, അതായത് ഹോർമോൺ ഉൽപ്പാദനം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും കൊടുക്കുക. അതായത് തൈറോക്സിൻ, സോഡിയം ടൈപ്പ് ടാബ്ലറ്റുകളായിരിക്കും കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എപ്പോഴും ക്ഷീണം വരിക, അങ്ങനെ അല്ലെങ്കിൽ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പിന്നെ അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവുക, ഉറക്കക്കുറവ്, ഉത്കണ്ഠ എന്നിവയൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താക്കുക, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തൈറോയ്ഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.